ഗൈസ് നമസ്കാരം. തമ്പനയിൽ കണ്ട പോലെ തന്നെ ഏറ്റവും ടോപ്പ് 5 എഞ്ചിനീയറിംഗ് സ്ട്രീമുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. എഞ്ചിനീയറിംഗ് കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പണ്ട് എന്നൊക്കെ പറയുമ്പോൾ എഞ്ചിനീയറിംഗ് ഭയങ്കര സ്കോപ്പ് എന്ന് പറയുന്നത് പഠിക്കുന്ന കുട്ടികളും പഠിച്ചിറങ്ങി കഴിഞ്ഞതിന് ശേഷം ജോലിക്ക് കയറുന്ന കുട്ടികളും തമ്മിലുള്ള ഒരു ബന്ധത്തിനാണ് നമ്മൾ സ്കോപ്പ് എന്ന് പറയാം. പഠിക്കുന്ന കുട്ടികൾ എത്ര നമ്പർ ഓഫ് കുട്ടികൾ പഠിച്ചു, ആ നമ്പർ ഓഫ് കുട്ടികളിൽ എത്ര നമ്പർ ഓഫ് കുട്ടികൾക്ക് ജോലി കിട്ടി, ഈ ജോലി കിട്ടുന്ന കുട്ടികളുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനെ സ്കോപ്പ് എന്ന് പറയും. ഇപ്പൊ വളരെ ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ ഇന്ത്യയിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷനിലും, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി പഞ്ചാബിൽ വരുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. അവിടെ ഓൾമോസ്റ്റ് 8,000+ ബിടെക് കമ്പ്യൂട്ടർ സയൻസിനാണ് സീറ്റ് ഉള്ളത്. അതായത് ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സപ്ലൈ വളരെയധികം, ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ എഞ്ചിനീയറിംഗ് കുട്ടികളുടെ സപ്ലൈ ചെയ്യുന്നത് ഒത്തിരി കൂടുതലാണ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മാത്രം 8,000 കുട്ടികളാണ് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. അപ്പോൾ ഈ 8,000 കുട്ടികളിൽ എത്ര നമ്പർ ഓഫ് കുട്ടികൾക്കാണ് സീറ്റ് കിട്ടുക അല്ലെങ്കിൽ ജോലി കിട്ടുക, എത്ര നമ്പർ ഓഫ് കുട്ടികളാണ് നല്ല കരിയറിലോട്ട് എത്തുക എന്നുള്ളത് നിങ്ങൾ ഓർക്കണം. എപ്പോഴും ഓർക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ നമ്മൾ ഏത് കോഴ്സ് പഠിക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഡിമാൻഡും സപ്ലൈനെ കുറിച്ചിട്ടും നല്ല രീതിയിലുള്ള ബോധം നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കണം. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് മോശമാണെന്നല്ല പറയുന്നത്. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗിന് ഇത്രയും ഓപ്പർച്യൂണിറ്റീസും ഓപ്ഷൻസും ഉള്ളത് കൊണ്ടാണ് പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവിടുത്തെ നമ്പർ ഓഫ് സീറ്റുകളുടെ എണ്ണം കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് പോകുന്ന കുട്ടികൾ, എഞ്ചിനീയറിംഗ് ഏറ്റവും ബെസ്റ്റ് ആണ്. നമ്മുടെ ലോകത്ത് എഞ്ചിനീയേഴ്സ് ഇല്ലാതെ നമ്മളെ ലോകം മുന്നോട്ടേക്ക് പോകില്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് സാധനം ആയിക്കോട്ടെ, ഇപ്പോൾ വാച്ച് ആണെങ്കിൽ വാച്ച്, റിംഗ് ആണെങ്കിൽ റിംഗ്, നമ്മൾ ഉപയോഗിക്കുന്ന ഷർട്ട്, മെറ്റീരിയൽസ്, ക്യാമറ, മൊബൈൽ ഫോണ്, പിന്ന്, ഒരു ചെറിയ പിന്ന് മുതൽ ഒരു ബ്ലേഡ് വരെ ഒരു ഫാക്ടറിയിൽ നിന്നാണ് വരുന്നത്. ആ ഫാക്ടറിയിൽ ഉണ്ടാവുന്ന മിഷനറീസും മെഷീൻസും ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള എഞ്ചിനീയേഴ്സ് ആണ്. ഹോസ്പിറ്റൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇനി ഒന്നും വേണ്ട, നമ്മളെ കൺസ്ട്രക്ഷൻ സൈഡ്, നമ്മളെ ബിൽഡിങ്ങുകൾ നിർമ്മിക്കുന്നത്, പാലം നിർമ്മിക്കുന്നത്, റോഡ് നിർമ്മിക്കുന്നത് ഒക്കെ എഞ്ചിനീയേഴ്സ് ആണ്. അപ്പൊ എഞ്ചിനീയറിംഗ് ഇല്ലാതെ ലോകം ഇല്ല എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷെ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എഞ്ചിനീയറിംഗിലോട്ട് പോവുക. അത് നമ്മൾ പോകുന്നത് ഒരു കുഴപ്പമില്ല. നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കുന്നത്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്ര പിള്ളേർ പഠിക്കുന്നുണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രീവിയസ് ഹിസ്റ്ററി എന്താണ്, ഇവരുടെ റെക്കഗ്നൈസേഷൻ എത്രത്തോളം ഉണ്ട്, പ്ലേസ്മെന്റ് കിട്ടാൻ എത്രത്തോളം സാധ്യതകളുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ആഴത്തിലുള്ള അറിവ് എഞ്ചിനീയറിംഗ് മേഖലയിലോട്ട് പോകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഉണ്ടാക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. എഞ്ചിനീയറിംഗിൽ ഒരുപാട് കോഴ്സുകളുണ്ട്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, ഈ 5 പ്രോഗ്രാമുകളാണ് എഞ്ചിനീയറിംഗിന്റെ കോർ എന്ന് പറയുന്നത്. ഈ 5 കോഴ്സുകളാണ് ഏത് എഞ്ചിനീയറിംഗ് കോഴ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു കോർ എലമെന്റ് അല്ലെങ്കിൽ ഒരു ബേസ് എലമെന്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 5 എഞ്ചിനീയറിംഗ് കോളേജാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലോട്ടോ, ഡാറ്റാ സയൻസിലോട്ടോ, മെഷീൻ ലേണിംഗിലോട്ടോ, അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റിയിലോട്ടോ, ഇതുപോലെ IT-യുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഏത് മേഖലയിലോട്ടും പോകാൻ പറ്റുന്ന ഒരു സ്ട്രീമാണ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, മറൈൻ എഞ്ചിനീയറിംഗിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് GME, ഗ്രാജുവേറ്റ് ഇൻ മറൈൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കോഴ്സ് ഉണ്ട്. അതെടുക്കുകയാണെങ്കിൽ മെക്കാനിക്കൽ കഴിഞ്ഞ കുട്ടികൾക്ക് എന്തിലോട്ട് പോവാം, മറൈൻ എഞ്ചിനീയറിംഗിലോട്ട് പോവാം. മെക്കാനിക്കൽ കഴിഞ്ഞതിന് ശേഷം MTech നമുക്ക് എയറോനോട്ടിക്കൽ, എയറോസ്പേസ് പോലുള്ള കോഴ്സുകളിലോട്ട് പോവാം. ഇങ്ങനെ ഇത് കോറായിട്ടുള്ള സ്ട്രീമുകളാണ്. ഇതിന്റെ ബേസ് ചെയ്തിട്ടാണ് മറ്റുള്ള കോഴ്സുകളും മറ്റുള്ള സ്ട്രീമുകളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാണ് എഞ്ചിനീയറിംഗിനെ കുറിച്ചിട്ട് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, പെട്രോളിയം എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, ഇങ്ങനെ ഒരുപാട് നൂതനമായിട്ടുള്ള എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ കോഴ്സുകൾ എടുക്കുമ്പോൾ നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ഏത് കോളേജിലാണ്, എവിടെയാണ് പഠിക്കുന്നത്, അവിടെ എത്ര പിള്ളേർ പഠിക്കുന്നുണ്ട്, എത്ര പിള്ളേർക്ക് പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്, ഇതിന്റെ റെക്കഗ്നൈസേഷൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അല്ലെങ്കിൽ 4 കൊല്ലം വെറുതെ പോകും. കാരണം എഞ്ചിനീയറിംഗ് ഒരു ആവറേജ് സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ നല്ല ടഫാണ്. അപ്പൊ ഏറ്റവും ടോപ്പ് IIT, NIT, IIIT, അല്ലെങ്കിൽ JSS, അല്ലെങ്കിൽ മണിപ്പാൽ, അല്ലെങ്കിൽ ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, വെല്ലൂർ എഞ്ചിനീയറിംഗ് കോളേജ് പോലുള്ള ഏറ്റവും ടോപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകൾ മാക്സിമം പഠിക്കാൻ നോക്കുക. അപ്പോൾ വീഡിയോയിലെ തമ്പനയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് 5 എഞ്ചിനീയറിംഗ് സ്ട്രീമുകൾ ഏതൊക്കെയാണെന്നുള്ളത് പരിശോധിക്കാം. ഒന്നെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആണ്. സോഫ്റ്റ്വെയർ മേഖലയിലോട്ടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന മേഖലയിലോട്ടും മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ് പോലുള്ള വിവിധ മേഖലകളിലോട്ട് പോകാൻ പറ്റുന്ന ഒരു ബേസ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ് BTech ഇൻ CSE, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഏറ്റവും ബെസ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സ് അതാണ്. നമ്മൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ടോപ്പ് ആയിരിക്കണം.
അതുപോലെ തന്നെ മറ്റൊരു ടോപ്പ് എഞ്ചിനീയറിംഗ് കോഴ്സാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്. അതായത് ഇലക്ട്രോണിക് ഇൻഡസ്ട്രികൾ, ഇലക്ട്രോണിക് ഡിവൈസുകൾ നമ്മൾ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. അത് ഡെവലപ്പ് ചെയ്യുന്നതും അത് മാനുഫാക്ചർ ചെയ്യുന്നതും അതിൽ ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സ്, ചെറിയ ചെറിയ ചിപ്പ് സെറ്റുകൾ ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ ലാപ്ടോപ്പിലൊക്കെ ഉപയോഗിക്കുന്ന ചിപ്പ് സെറ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകൾ, ഇതുപോലത്തെ ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഏറ്റവും ബെസ്റ്റ് കോർ ആയിട്ടുള്ള ബേസ് ആയിട്ടുള്ള മറ്റൊരു എഞ്ചിനീയറിംഗ് സ്ട്രീമാണത്. അതുപോലെ തന്നെ മൂന്നാമതൊരു എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന് പറയും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് വിവിധ മേഖലകളിലോട്ട് പോകാൻ പറ്റുന്ന, എന്നാൽ ഏറ്റവും ബേസ് ആയിട്ടുള്ള മെക്കാനിക്കൽ എന്ന് പറയുമ്പോൾ എല്ലാതും ഓട്ടോമൊബൈൽ മെക്കാനിക്സ് ആവാം, ഇലക്ട്രിക്കൽ വെഹിക്കിളിന്റെ ഒരു കാലഘട്ടത്തിലോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലൊക്കെ ഒത്തിരി സ്കോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബേസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എഞ്ചിനീയറിംഗ് കോഴ്സ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. ഇനി മൂന്നാമത് വരുന്നതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. ഇലക്ട്രിക്കൽ ഡിവൈസുകൾ അല്ലെങ്കിൽ പവർ സ്റ്റേഷൻസ്, ഇലക്ട്രിക്കലായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതും ബേസ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ്. അതുപോലെ തന്നെ മറ്റൊരു ടോപ്പ് അഞ്ചാമത്തെ ഒരു എഞ്ചിനീയറിംഗ് കോഴ്സാണ് സിവിൽ എഞ്ചിനീയറിംഗ്. നമ്മുടെ ഈ ലോകം മൊത്തം ബിൽഡ് ചെയ്തിട്ടുള്ള സിവിൽ എഞ്ചിനീയേഴ്സ് ആണ്. അതായത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പണ്ട് ദുബായിയുടെ അവസ്ഥ എന്തായിരുന്നു. ഇപ്പൊ ദുബായിലെ ഈ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഒരു സിസ്റ്റം, ഒരു മരുഭൂമിയിലാണ് അത്രയും വലിയ ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇത് സാധ്യത ഉള്ള ഒരു കോറായിട്ടുള്ള ലോകത്തിന് ആവശ്യമുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമാണ് ഈ സിവിൽ എഞ്ചിനീയറിംഗ്. അതായത് ഈ അർബൻ പ്ലാനിങ്, ഇപ്പോൾ ദുബായ് ഒരു എക്സാമ്പിൾ ആണ്. അർബനൈസേഷൻ, അതായത് ഒരു സിറ്റി എങ്ങനെ ഡെവലപ്പായി വന്നു, അതുപോലെ തന്നെ ഒരു വീട് മുതൽ ഒരു ലാൻഡ്സ്കേപ്പ് മുതൽ എല്ലാ കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുന്ന പാലങ്ങൾ, റോഡുകൾ, നമ്മൾ കാണുന്ന എല്ലാ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് നിർമ്മിക്കുന്ന ആൾക്കാരാണ് സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത്. ഏറ്റവും കോറായിട്ടുള്ള അഞ്ചാമത്തെ എഞ്ചിനീയറിംഗ് സ്ട്രീമാണിത്. ഇത് മാത്രമൊന്നുമല്ല, ഒരുപാട് എഞ്ചിനീയറിംഗ് കോഴ്സുകൾ വേറെ ഉണ്ട്. ഏറ്റവും ടോപ്പായിട്ട് ബേസ് ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് 5 എഞ്ചിനീയറിംഗ് കോഴ്സസ് ആണ് ഞാൻ ഈ പറഞ്ഞ കോഴ്സുകൾ. ഒന്ന് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, 3 വരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, 4 ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, പിന്നെ സിവിൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ ഇതുപോലത്തെ എഞ്ചിനീയറിംഗ് കോഴ്സുകളൊക്കെ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ നിങ്ങളുടെ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് കരിയർ കൗൺസിലിംഗ് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്മുടെ വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റ് ത്രൂ എൻക്വയറി ചെയ്യാം. നമ്മളെ വിദഗ്ധ കരിയർ കൗൺസിലേഴ്സ് നിങ്ങളെ വിളിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. താഴെ നമ്മളെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ